ചാലക്കുടി ആനമല ജംഗ്ഷനിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നതിന് ആനമല ജംഗ്ഷനിൽ നിന്നും ട്രാംവേ റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് ഉണ്ടായിരുന്ന ബസ് സ്റ്റോപ്പ് നീക്കം ചെയ്തു. ഇവിടെ സ്റ്റോപ്പ് ഉണ്ടായിരുന്ന ബസുകൾ മുസ്ലിം പള്ളിക്ക് സമീപം നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റോപ്പിൽ ഇനി മുതൽ ബസുകൾ നിർത്തുന്നതാണ്. ബസ് സ്റ്റോപ്പ് നീക്കിയ ഭാഗത്ത് ഇനി മുതൽ വാഹന പാർക്കിംഗ് പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. മുനിസിപ്പൽ ജംഗ്ഷൻ അടിപ്പാത വരുന്നതിനു മുൻപ് റോഡിലേക്ക് ഇറക്കി പണിത ആനമല ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പ് അടിപ്പാത നിർമ്മാണത്തിനു ശേഷം വാഹനത്തിരക്ക് കൂടിയപ്പോൾ ആനമല ജംഗ്ഷനിൽ വലിയ ഗതാഗതക്കുരുക്കിന് കാരണമായിരുന്നു. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വരുന്ന ആളുകൾ ബസ് സ്റ്റോപ്പിന്റെ മറയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തു പോകുന്നതും ഗതാഗതക്കുരുക്ക് രൂക്ഷമാക്കാൻ കാരണമാക്കി. ബസ് സ്റ്റോപ്പ് നീക്കം ചെയ്യുന്നതോടെ ഈ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ. പക്ഷേ താരതമ്യേന വീതി കുറവും വാഹനത്തിരക്ക് കൂടുതലുമുള്ള മുസ്ലിം പള്ളി ബിൽഡിംഗിന് സമീപത്തേക്ക് ബസ് സ്റ്റോപ്പ് മാറ്റുമ്പോൾ വീണ്ടും ഗതാഗതക്കുരുക്ക് വർദ്ധിക്കുമോ എന്ന ആശങ്കയും ഉണ്ട്. ഏറ്റവും വികസിച്ചു വരുന്ന ഏറ്റവും തിരക്കേറിയ ഒരു പ്രദേശമായിട്ട് നമ്മുടെ ആനമല ജംഗ്ഷൻ മാറി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് നമ്മുടെ ദേശീയപാതയിലെ അണ്ടർ പാസേജ് ഈ ട്രാംവേ റോഡിൻ്റെ ഭാഗത്ത് വന്നതോടുകൂടി പടിഞ്ഞാറൻ മേഖലയിൽ നിന്നുള്ള മുഴുവൻ വാഹനങ്ങളും ഇപ്പോൾ കടന്നു പോകുന്നത് നമ്മുടെ ആനമല ജംഗ്ഷനിലെ ട്രാംവേ റോഡിൽ കൂടിയാണ്. ഒപ്പം തന്നെ നിലവിലുള്ള ഈ ഭാഗത്തെ വാഹനങ്ങൾ തിരിച്ചു പോകുന്നതും ഇതേ റൂട്ടിലൂടെ തന്നെയാണ്. വലിയ ഗതാഗതക്കുരുക്ക് ഈ അടുത്ത നാളുകളിൽ നമുക്ക് അനുഭവപ്പെട്ടു. നമുക്ക് എല്ലാവർക്കും ചാലക്കുടിക്കാർ പൊതുവായിട്ട് പറഞ്ഞൊരു അഭിപ്രായമാണ് ഈ ഗതാഗതക്കുരുക്ക് ഇവിടെ നിന്ന് ഒഴിവാക്കുന്നതിന് നിലവിലുള്ള ഈ ബസ് സ്റ്റോപ്പ് നമുക്കത് ഉടനെ തന്നെ നമുക്ക് മാറ്റണം എന്നുള്ളൊരു അഭിപ്രായം. ഒരു പക്ഷേ ഈ റോഡും ഈ ജംഗ്ഷനും ഇത്ര വികസിച്ചിട്ടും എന്തിനാണ് അതിനൊരു തടസ്സമായിട്ട് ഒരു ബസ് സ്റ്റോപ്പ് ഇവിടെ നിർമ്മിച്ചതെന്നുള്ളൊരു അഭിപ്രായം സത്യത്തിൽ ഇത് ചെയ്തവരെ കുറിച്ച് ഞങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള ഭരണസമിതി ബന്ധപ്പെട്ട പോലീസ് അധികാരികളൊക്കെ തന്നെയാണ് ഇതിവിടെ സ്ഥാപിച്ചത്. അന്ന് സ്ഥാപിക്കുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ചത് ആളുകൾക്ക് സൗകര്യപ്രദമായിട്ട് നിൽക്കാനുള്ള ഒരു സൗകര്യം എന്നുള്ള നിലയിൽ. പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടത് അത് ഇവിടുത്തെ ഒരു വലിയ ട്രാഫിക് കുരുക്കിന് ഇടവരുത്തുന്നു എന്നുള്ളതാണ്. അത് പൊതു അഭിപ്രായമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒട്ടുവൈകാതെ നാളെ മുതൽ സ്കൂൾ തുറക്കുന്ന ദിവസമാണ് നിലവിലുള്ള കുരുക്ക് ഒന്നുകൂടി വർദ്ധിക്കാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും വേഗത്തിൽ ഇന്ന് തന്നെ നമ്മൾ ഞായറാഴ്ചയാണെങ്കിലും ബന്ധപ്പെട്ട നമ്മുടെ വർക്കേഴ്സിനെയൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. താങ്ക് യു.